ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔട്ടർ ആംഗിൾസ് എന്ന ടോപ്പിക്കാണ്. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എക്സ്റ്റെൻഡ് വൺ സൈഡ്. വി ദെൻ ഗെറ്റ് എ ന്യൂ ആംഗിൾ ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ. അല്ലേ, നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, അതിൻ്റെ ബി സി എന്ന് പറയുന്ന ആ സൈഡ് എന്ത് ചെയ്തു, ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ആ ട്രയാങ്കിളിൻ്റെ ഔട്ട്സൈഡ് ഒരു ആംഗിൾ കിട്ടി. ആംഗിൾ എ സി ഡി കണ്ടോ. ഈ ആംഗിളിനെയാണ് നമ്മൾ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ സി ഡി. കണ്ടോ, ഡി എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൽ ഔട്ട്സൈഡ് ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾ. നോക്കൂ, ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ആംഗിൾ എ സി ഡി മാത്രമാണോ ഉള്ളത്? അല്ല, അല്ലേ. ട്രയാങ്കിളിൻ്റെ ഇൻസൈഡിലേക്കും സി ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾ എ സി ബി കണ്ടോ, ആംഗിൾ എ സി ബി. ഈ ആംഗിളിനെ പറയുന്നതാണ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ അറ്റ് സി. സിയിൽ ഫോം ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ സി ബി. അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ സി ഡി. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഔട്ടർ ആംഗിൾ എ സി ഡി ആൻഡ് ദി ഇന്നർ ആംഗിൾ എ സി ബി? ആംഗിൾ എ സി ബി, ഇന്നർ ആംഗിൾ എ സി ബിയും ഔട്ടർ ആംഗിൾ എ സി ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അത് ലീനിയർ പെയർ ആംഗിളാണ്. അതായത് ബി ഡി എന്ന് പറയുന്ന ഒരു ലൈനിനെ എ സി എന്ന് പറയുന്ന മറ്റൊരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസാണ്, അപ്പർ ആംഗിൾസുകളാണ് ആംഗിൾ എ സി ബിയും ആംഗിൾ എ സി ഡിയും. ഈ രണ്ട് ആംഗിൾസിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ആംഗിൾ എ സി ഡി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 180 മൈനസ് ആംഗിൾ എ സി ബി. രണ്ട് ആംഗിൾസിൻ്റെയും സമ്മ് 180 ആണെങ്കിൽ അതിൽ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് അതിൻ്റെ മറ്റേ ആംഗിൾ മൈനസ് ചെയ്താൽ മതി അല്ലേ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ സി ബി. ഇനി നോക്കൂ, നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ എ സി എന്ന് പറയുന്ന സൈഡ് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് എ ഇ എന്ന് പറയുന്നത്. കണ്ടോ, എ സി ഇ താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ ഭാഗത്ത് ഔട്ട്സൈഡായിട്ട് മറ്റൊരു ആംഗിൾ ഫോം ചെയ്തു. ആ ആംഗിൾ ഏതാണ്? ആംഗിൾ ബി സി ഇ അല്ലേ. ആംഗിൾ ബി സി ഇ ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ. ഇനി നോക്കൂ, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ഔട്ടർ ആംഗിൾസ്? ഈ രണ്ട് ഔട്ടർ ആംഗിൾസുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആംഗിൾ എ സി ഡിയും ആംഗിൾ ബി സി ഇയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. എന്താണ് ആ റിലേഷൻ? രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ബി ഡി അതുപോലെ എ ഇ, ഈ രണ്ട് ലൈൻസുകൾ പാസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മീറ്റ് ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസുകളാണ് ആംഗിൾ എ സി ഡിയും ആംഗിൾ ബി സി ഇയും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ആ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ എന്ന് പറയാം. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? ദി ടു ഔട്ടർ ആംഗിൾസ് അറ്റ് ദ സെയിം വെർട്ടെക്സ് ആർ ഈക്വൽ. ഒരു വെർട്ടെക്സിൽ ഫോം ചെയ്യുന്ന രണ്ട് ഔട്ടർ ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസുകളാണ് ഇവിടെ, അതിൻ്റെ ഔട്ടറിൽ നിങ്ങൾക്ക് ഇവിടെ ആംഗിളിൻ്റെ സിമ്പൽ കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടസിൽ ഫോം ചെയ്തിട്ടുള്ള ഔട്ടർ ആംഗിൾസുകളാണിത്. ട്രയാങ്കിളിന് മാത്രമാണോ ഔട്ടർ ആംഗിൾസുകൾ ഉള്ളത്? അല്ല. ഇവിടെ നോക്കൂ, ഒരു ക്വാഡ്രിലേറ്റർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സുകളൊക്കെ ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഫോം ചെയ്തു 4 ഔട്ടർ ആംഗിൾസുകൾ ഫോം ചെയ്തു. പെൻറ്റഗണിൻ്റെ കേസിലും നിങ്ങൾക്ക് സൈഡ്സുകൾ ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിൾസുകൾ അവിടെ എന്ത് ചെയ്യും? ഔട്ടർ ആംഗിൾസുകൾ ഫോം ചെയ്യുമെന്ന് പറയാം. ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഫോം എ ലീനിയർ പെയർ അല്ലേ. ഓരോ വെർട്ടെക്സിലും ഫോം ചെയ്യുന്ന ഔട്ടർ ആംഗിൾ പ്ലസ്
അതുപോലെ ഇന്നർ ആംഗിൾ, ആ വെർട്ടെക്സിൽ ഫോം ചെയ്യുന്ന ഇന്നർ ആംഗിളിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ദാറ്റ് ഈസ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് തന്നിട്ടുള്ളത്. ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 angles of a triangle are 40 degree and 60 degree. Calculate all its outer angles. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ആംഗിള് 60യും ഒരു ആംഗിള് 40യും ആണ്. അപ്പോൾ ഈ ആംഗിള് 40, ഈ ആംഗിള് 60 ഡിഗ്രി കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ആംഗിൾസുകളും കണ്ടെത്തണം. അതിനായിട്ട് എന്ത് ചെയ്യുക? ഈ സൈഡ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? ടോട്ടൽ 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ 180 മൈനസ് 60, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 120 ഡിഗ്രി. ഇനി ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 40ൻ്റെ ഔട്ടർ ആംഗിൾ ഇവിടെ 40 ആണെങ്കിൽ 180 മൈനസ് 40, ദാറ്റ് ഈസ് 140. ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ നമുക്കറിയാം 3 ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 2 ആംഗിൾസുകൾ 40യും 60യും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് തേർഡ് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്നും ഈ 2 ആംഗിൾസുകൾ മൈനസ് ചെയ്യുക. 40 പ്ലസ് 60 100, 180 മൈനസ് 100 ദാറ്റ് ഈസ് 80. ട്രയാങ്കിളിൻ്റെ ഈ ഇന്നർ ആംഗിൾ 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? ഇവിടെ 80 ആണെങ്കിൽ 180 മൈനസ് 80 ദാറ്റ് ഈസ് 100, ലീനിയർ പെയറാണ്. ഓക്കെ, അപ്പോൾ 3 ഔട്ടർ ആംഗിൾസുകൾ കണ്ടെത്തി. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസുകളും എഴുതാം. അതായത് ഇവിടെ 2 ഔട്ടർ ആംഗിൾസുകൾ ഉണ്ടാവും ഒരു വെർട്ടെക്സിൽ അല്ലേ. അപ്പോൾ ഇത് 100 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഔട്ടർ ആംഗിളും സെയിം ആയിരിക്കും, ദാറ്റ് ഈസ് 100 ഡിഗ്രി. ഇവിടെ 80 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 80 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ ആംഗിൾസുകളും കണ്ടെത്താം. ഒരു വെർട്ടെക്സിൽ വരുന്ന 4 ആംഗിൾസുകൾ കണ്ടെത്താം. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ 120 ഡിഗ്രി. അതുപോലെ തന്നെ ഈ കേസിൽ ഈ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 4 ആംഗിൾസുകൾ ഉണ്ടായിരിക്കും. 140ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 140 തന്നെ ആയിരിക്കും. അതുപോലെ 40ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസുകളും കണ്ടെത്തി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഇൻ ദി ഫിഗർ ബിലോ. താഴെ തന്നിട്ടുള്ള ഈ ഫിഗറിൻ്റെ എല്ലാ ആംഗിൾസുകളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇവിടെ 105 ആണ് ഒരു ആംഗിൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്നർ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് കിട്ടാൻ എന്ത് ചെയ്യുക? 180യിൽ നിന്നും 105 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 75. അപ്പോൾ ഈ ആംഗിൾ 75 ഡിഗ്രിയാണ്. ഇനി ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ എത്ര ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ടോട്ടൽ 180 ഡിഗ്രി ആണെന്ന് അറിയാം. അതിൽ നിന്നും ഈ 2 ആംഗിൾസുകൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 35 പ്ലസ് 75, 30 പ്ലസ് 70 100, 5 പ്ലസ് 5 110. ബാക്കി വരുന്നത് എന്തായിരിക്കും? 70. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 3 ഇന്നർ ആംഗിൾസുകൾ കിട്ടി. ഇനി അതിൻ്റെ ഔട്ടർ ആംഗിൾസ്, ഈ ആംഗിൾ 35 ആണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? ദാറ്റ് ഈസ് 180 മൈനസ് 35. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 മൈനസ് 5 5, 7 മൈനസ് 3 4. ഇനി ഇവിടെ 145 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ഔട്ടർ ആംഗിൾ. ഇനി ഇവിടെ 70 ആണെങ്കിൽ ഇതിൻ്റെ എത്ര ആയിരിക്കും? 180 മൈനസ് 70 ദാറ്റ് ഈസ് 110. ക്ലിയർ ആയല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ,
കമ്പ്യൂട്ട് ഓൾ ഔട്ടർ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ. താഴെ തന്നിട്ടുള്ള ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസുകളും, എല്ലാ ഔട്ടർ ആംഗിൾസുകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വാഡ്രിലേറ്ററിൻ്റെ ഫോർത്ത് ഇന്നർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ 4 ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഫോർത്ത് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ തേർഡ് ആംഗിൾസുകൾ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ആ തേർഡ് ആംഗിൾ 3 ആംഗിൾസിൻ്റെ സമ്മ് 360യിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫോർത്ത് ആംഗിൾ കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 130 + 70 200, 200 + 60 260. അപ്പോൾ തേർഡ് ആംഗിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സമ്മ് 260 ആണ്. അപ്പോൾ ഫോർത്ത് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100 അല്ലേ. ഫോർത്ത് ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഔട്ടർ ആംഗിൾസുകൾ കണ്ടെത്താം. അപ്പോൾ ഇവിടെ 130 ആണെങ്കിൽ ഈ ഔട്ടർ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക, ദാറ്റ് ഈസ് 180 - 130 ദാറ്റ് ഈസ് 50 ഡിഗ്രി. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 - 70 ദാറ്റ് ഈസ് 110. നെക്സ്റ്റ് ഇവിടെ 60 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 180 - 60 ദാറ്റ് ഈസ് 120. ഇവിടെ 100 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 180 - 100 ദാറ്റ് ഈസ് 80 ഡിഗ്രി. ഓക്കെ, ഇത്രയും ആംഗിൾസ് കണ്ടെത്തിയാൽ മതി. ഇവിടെ ഒന്നും ആംഗിൾസ് തന്നിട്ടില്ല. ഈ ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസൊക്കെ 180 ഡിഗ്രി ആയിരിക്കും, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫിഗേഴ്സ് ബിലോ. താഴെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ എല്ലാ ആംഗിൾസുകളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും, 180 - 70 ദാറ്റ് ഈസ് 110. ഔട്ടർ ആംഗിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്നർ ആംഗിൾ എന്തായിരിക്കും, 180 - 145. 180 - 145 എത്ര വരും, 10 - 5 10, 7 - 4 3 35 വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് ഇന്നർ ആംഗിൾ കണ്ടെത്തണം. അപ്പോൾ 2 ആംഗിൾസ് 70 35 ആണെങ്കിൽ തേർഡ് ആംഗിൾ 180 - 70 + 35. 70 + 35 എന്ന് പറയുമ്പോൾ 105. 180 നിന്ന് 105 മൈനസ് ചെയ്താൽ ബാക്കി 75. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും, 180 - 75 ദാറ്റ് ഈസ് 105. ഇപ്പോൾ എല്ലാ ആംഗിൾസുകളും കണ്ടെത്തി. നെക്സ്റ്റ് ഫിഗർ ഒരു ക്വാഡ്രിലേറ്ററലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ആംഗിൾസ് എന്താ നോക്കാം. ഇവിടെ ഔട്ടർ ആംഗിൾ 115 ആണ്. അപ്പോൾ ഇന്നർ ആംഗിൾ എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് 180 - 115. 10 - 5 5, 7 - 1 6 അല്ലേ. 65 ആണ് ഇതിൻ്റെ ഇന്നർ ആംഗിൾ വരിക. നെക്സ്റ്റ് നമുക്കറിയാം ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ 4 ആംഗിൾസിൻ്റെ സമ്മ് 360 ആണ്. അപ്പോൾ 3 ആംഗിൾസ് തന്ന് ഫോർത്ത് ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി, 360യിൽ നിന്നും ഈ 3 ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്യാം. അപ്പോൾ 3 ആംഗിൾസിൻ്റെ സമ്മ് എത്ര വരുന്നത്, 100 + 75 ദാറ്റ് ഈസ് 175 + 65 ദാറ്റ് ഈസ് 10 1 6 + 7 + 1 14 240 എന്ന് വരും അല്ലേ. അപ്പോൾ 360 - 240 ദാറ്റ് ഈസ് 0 2 1 അല്ലേ. 120 ആണ് ഇതിൻ്റെ ഇന്നർ ആംഗിൾ. ഇനി നമുക്ക് ഔട്ടർ ആംഗിൾസുകൾ കണ്ടെത്താം. ഇവിടെ ഇന്നർ ആംഗിൾ 75 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 - 75 ദാറ്റ് ഈസ് 105. ഇന്നർ ആംഗിൾ 100 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 80 ഡിഗ്രി. ഇന്നർ ആംഗിൾ 120 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി. ഒക്കെ 180 നിന്ന് മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ആംഗിൾസുകളും കണ്ടെത്തി. നെക്സ്റ്റ് ഫിഗർ ഇതും ഒരു ക്വാഡ്രിലേറ്ററിലാണ് തന്നിട്ടുള്ളത്. ഓരോ ആംഗിൾസുകൾ നോക്കാം. ഇവിടെ ഔട്ടർ ആംഗിൾ 80 ആണ്.
അപ്പോൾ ഇന്നർ ആംഗിൾ 100. ഇവിടെ 95 ആണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ ആംഗിൾ 180 മൈനസ് 95 എത്ര വരും? 10 മൈനസ് 5 5 17 മൈനസ് 9 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ ഇവിടെ 85 ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ആംഗിൾ എത്ര ആയിരിക്കും? ഫോർത്ത് ആംഗിൾ കിട്ടാൻ 3 ആംഗിൾസുകൾ ആഡ് ചെയ്യണം. 85 പ്ലസ് 85 എന്ന് പറയുമ്പോൾ 190. 85 പ്ലസ് 85 ദാറ്റ് ഈസ് 170 വരും അല്ലേ? 170 പ്ലസ് 100 270. ഇനി 360യിൽ നിന്ന് എന്ത് ചെയ്യുക? 270 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 0. 16 7 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3ഉം 6ഉം 9 അല്ലേ? 90 കിട്ടും. ബാക്കി വരുന്നത് 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി. ഇനി എന്ത് ചെയ്താൽ മതി? ഔട്ടർ ആംഗിൾസുകൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ 85 ആണെങ്കിൽ ഈ ആംഗിൾസ് ഈ ഭാഗത്ത് ഫോം ചെയ്യുന്നത് 180 മൈനസ് 85 ദാറ്റ് ഈസ് 95. ഇവിടെ 95 ആയിരിക്കും വരിക. ഈ ആംഗിൾസൊക്കെ കണ്ടെത്താം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 85 ആണെങ്കിൽ ഇവിടെ 85, ഇവിടെ 95. നെക്സ്റ്റ് ഇവിടെ 90 ആണെങ്കിൽ ഈ ആംഗിൾസുകളൊക്കെ 90 തന്നെ ആയിരിക്കും അല്ലേ? എല്ലാ ആംഗിൾസുകളും 90 ഡിഗ്രി വീതം. ഇവിടെ ആണെങ്കിൽ ടോട്ടൽ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 5th question. Prove that in any triangle the outer angle at a vertex is equal to the sum of the inner angles at the other 2 vertices. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ 2 ഇന്നർ ആംഗിൾസുകൾ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് അതിൻ്റെ തേർഡ് വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. നമ്മുടെ ട്രയാങ്കിൾ ABC, ഇതിൻ്റെ BC എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABCയുടെ 2 ഇന്നർ ആംഗിൾസുകളാണ് ആംഗിൾ BAC, അതുപോലെ ആംഗിൾ ABC. ഈ 2 ഇന്നർ ആംഗിൾസുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് അതിൻ്റെ തേർഡ് വെർട്ടെക്സ് ആയിട്ടുള്ള സിയുടെ ഔട്ടർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ACD ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ലീനിയർ പെയറാണ്. അപ്പോൾ സി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിളാണ് ആംഗിൾ ACD, അതുപോലെ ഇന്നർ ആംഗിൾ ACB. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, ഇതിൽ നിന്ന് ആംഗിൾ ACD ഈക്വൽ ടു, അതായത് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ ACB ആണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ്, അതായത് 3 ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ BAC പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ACB ഈക്വൽ ടു 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 2 ഇന്നർ ആംഗിൾസുകൾ നമ്മൾ സെലക്ട് ചെയ്തു. അതായത് നമുക്ക് ആംഗിൾ BAC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ ACD എന്നാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ 2 ആംഗിൾസുകൾ സെലക്ട് ചെയ്യുകയാണ്. ആംഗിൾ BAC പ്ലസ്
ആംഗിൾ എ ബി സി ദറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഈ ആംഗിൾ എ സി ബിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, പ്ലസ് ആംഗിൾ എ സി ബി എന്നുള്ളത് മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു 180 ഉണ്ട്, അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പ്ലസ് ആംഗിൾ എ സി ബിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലസ് ആംഗിൾ എ സി ബി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആംഗിൾ എ സി ബി ആയിട്ട് മാറുന്നു. ക്ലിയർ ആയോ? അപ്പോൾ 180 മൈനസ് ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ഡി ആണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? കണ്ടോ, 180 മൈനസ് ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. അപ്പോൾ ഇവിടെ ഈ 180 മൈനസ് ആംഗിൾ എ സി ബിന്ന് കാണുന്ന സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, ആംഗിൾ എ സി ഡി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് എഴുതാം, ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ഡി എന്ന് കൊടുക്കാം. കേട്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. അപ്പോൾ എന്തു പറയാം, ഇൻ എനി ട്രയാങ്കിൾ ദി ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് അറ്റ് ദി അതർ ടു വെർട്ടിസസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.